ഹായ് ഫ്രണ്ട്സ്, അല്ലൂസ് കിച്ചൻ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഗോബി മഞ്ചൂരിയൻ റെസ്റ്റോറന്റ് സ്റ്റൈലിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. വളരെ എളുപ്പമാണ്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്യുന്നവർ എന്തുകൊണ്ടാണ് ആ വീഡിയോ ഇഷ്ടമാവാത്തത് എന്നുകൂടി ഒന്ന് പറഞ്ഞു തരിക. കാരണം ഞാൻ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അധികമായിട്ടില്ല. അപ്പോൾ അറിവുള്ളവർ പറഞ്ഞു തന്നെങ്കിൽ മാത്രമല്ലേ നമുക്ക് ആ മിസ്റ്റേക്കുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ വീഡിയോ കാണുന്നത് കൂടുതലും എൻ്റെ ഫ്രണ്ട്സാണ്. അവരെനിക്ക് മെസ്സേജ് ചെയ്യുകയും കോൾ ചെയ്യുകയും ചെയ്യാറുണ്ട്. വീഡിയോയിലെ തെറ്റുകളും കുറ്റങ്ങളൊക്കെ അവരെനിക്ക് പറഞ്ഞു തരാറുണ്ട്. അതുകൊണ്ട് കൂടുതൽ ബെറ്റർ ആക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കോളിഫ്ലവർ ഇങ്ങനെ അല്ലുകളായിട്ട് അടർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല നമ്മൾ അടർത്തി എടുക്കുമ്പോഴത്തേക്ക് ഇതേപോലെ തണ്ട് നിർത്തിയിട്ട് വേണം നമുക്ക് അടർത്തിയെടുക്കാൻ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഒരെണ്ണം എടുത്തിട്ട് നാലായിട്ട്, ഒത്തിരി കട്ടി കുറഞ്ഞാണെങ്കിൽ നാലായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ടിയുള്ള കോളിഫ്ലവർ ആണെങ്കിൽ നമുക്കത് 4-5 ആയിട്ടൊക്കെ മുറിച്ചെടുക്കണം. ഇതിപ്പോൾ ഇങ്ങനെ രണ്ടായിട്ട് ആദ്യം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം കട്ടിയുള്ള ആണെങ്കിൽ നമുക്ക് 3 കട്ട് ചെയ്തിട്ടും. ഇപ്പോൾ ഒത്തിരി അങ്ങോട്ട് കട്ടി കൂടിയാൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പാടായിരിക്കും. അപ്പം നമുക്കിതെല്ലാം ഇങ്ങനെ അതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഇനി നമുക്ക് ചെയ്യേണ്ട, ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോ ഉപ്പിട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം. അപ്പോഴത്തേക്ക് അതിൽ എന്തെങ്കിലും പ്രാണികളോ അല്ലെങ്കിൽ പുഴു എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ചത്തുപൊക്കോളും. നമുക്കിത് അടുപ്പിൽ വെച്ച് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തിളപ്പിച്ച വെള്ളത്തിൽ നമ്മളൊരു 10 മിനിറ്റ് ഇട്ട് വെച്ചാൽ മതിയാകും. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ആ സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബാറ്റർ റെഡിയാക്കാം. ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്ന ഒരു വലിയ ബൗളാണ്. നമുക്ക് ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യുന്നതിന് ഇച്ചിരി വലിയ ബൗൾ എടുക്കുന്നതാണ് നല്ലത്. നമുക്കതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 3 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് വേണ്ടത്. കാശ്മീരി മുളക് പൊടി ഓപ്ഷണലാണ്. പക്ഷെ എനിക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയത് കാശ്മീരി മുളക് ആഡ് ചെയ്യുമ്പോഴത്തേക്കാണ്. അപ്പം നമുക്ക് എക്സ്ട്രാ ഫുഡ് കളർ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല കളറായിരിക്കും. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒരു സ്പൂണും കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ ദോശമാവിനൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് എടുക്കണം. അപ്പോൾ ഞാനിത് റെഡിയാക്കിയിട്ട് വരാം. നമ്മുടെ ബാറ്റർ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിനിടയ്ക്ക് നമ്മൾ വെള്ളത്തിലിട്ടിരുന്ന കോളിഫ്ലവർ വെള്ളത്തിൽ നിന്ന് എടുത്ത് വെള്ളം പോകാൻ ഒരു അരിപ്പയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ കോളിഫ്ലവറിൻ്റെ വെള്ളം എല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കോൺഫ്ലവറിൽ വെള്ളം എല്ലാം പോകാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിത് കുറേശ്ശെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് പാനിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായി കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഓരോന്നായിട്ട് പാനിലിട്ട് കൊടുക്കുക. നമ്മളെല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊടുത്താൽ അത് കട്ട പിടിച്ച് കിടക്കും. അപ്പോൾ നമ്മളത് തമ്മിൽ ഒട്ടിക്കിടക്കാതെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ മാറ്റി ഇടുവാണെങ്കിൽ, ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇടുവാണെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും ഇതേപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു വശം നന്നായിട്ട് ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഡബിൾ ഫ്രൈ ചെയ്യാം. ഡബിൾ ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിത് ആദ്യം എണ്ണയിൽ നിന്ന് കോരിയതിന് ശേഷം ഒരു
5-6 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ എണ്ണ പിന്നെയും ചൂടാക്കിയിട്ട് ഒന്നും കൂടെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ക്രിപ്സി ആയിട്ട് കിട്ടുന്നതാണ്. ഞാനിപ്പോൾ ഒരു പ്രാവശ്യം മാത്രമേ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിത് മൊത്തം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ആ മുളക് പൊടി ചേർത്തുകൊണ്ട് നമ്മുടെ കോളിഫ്ലവറിന് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം ഓരോന്നോരോന്നായിട്ട് നമുക്ക് നല്ല സെപ്പറേറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം നല്ല കറക്റ്റായി വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് കോരി മാറ്റിയതിന് ബാക്കിയുള്ള നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. മുഴുവൻ കോളിഫ്ലവറും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. എല്ലാം നല്ല സെപ്പറേറ്റ് കിടപ്പുണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്കിത് കഴിക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. ഇനി നമുക്ക് ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഗ്രേവി റെഡിയാക്കാം. ഞാനിവിടെ ഒരു സവോളയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അരമുറി മതി. പിന്നെ വേണ്ടത് ഒരു പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇവയെല്ലാം ചെറുതായി അരിഞ്ഞെടുക്കുക. പിന്നെ വേണ്ടത് സോയാ സോസാണ്. സോയാ സോസ് ഇവിടെ 3 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഡാർക്ക് സോയാ സോസ് ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ മതിയാകും. പിന്നെ വേണ്ടത് നമുക്ക് ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് നമുക്ക് മേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് ടൈം ഇടുന്നതാണ്. പിന്നെ വേണ്ടത് ചില്ലി സോസാണ്. ചില്ലി സോസ് ഇല്ലയെന്നോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്താൽ മതിയാകും. പക്ഷേ മുളക് പൊടി എടുക്കുമ്പോൾ നമ്മൾ ടൊമാറ്റോ സോസിൻ്റെ അളവ് കൂട്ടണം. 3 ടേബിൾ സ്പൂൺ എന്നുള്ളത് 4 ടേബിൾ സ്പൂൺ എടുക്കേണ്ടി വരും. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ വിനാഗിരി, ആവശ്യത്തിന് ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വെള്ളം, പിന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ വേണം. കോൺഫ്ലവർ നമുക്ക് ഇപ്പോഴല്ല വേണ്ട, കുറച്ച് ലാസ്റ്റാണ്. അപ്പോൾ നമുക്ക് പാൻ ചൂടായി കഴിയുമ്പോൾ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അത് വെളിച്ചെണ്ണ ഒഴിക്കൽ, സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ എന്തെങ്കിലും ഒഴിച്ചാൽ മതിയാകും. അത് നല്ലപോലെ നമുക്കൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ഇട്ട് കൊടുക്കുക. ഒത്തിരി അങ്ങോട്ട് സവോളയും പച്ചമുളകൊന്നും വഴന്ന് വരേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ സോസൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് ഇനി സോസ് ചേർത്ത് കൊടുക്കാം. നമുക്ക് സോസ് എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റോളം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. പിന്നീട് നമുക്ക് വെള്ളം ചേർക്കണം. വെള്ളം നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് വേണ്ടത്. നമുക്ക് ഒത്തിരി തിക്കായിട്ടിരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ വെള്ളം കുറച്ചൊഴിച്ചാൽ മതി. ഇനി ചാറ് വേണമെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ കോൺഫ്ലവർ ഒഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ചാറ് നല്ലപോലെ അത് കട്ടിയായിട്ട് വരുന്നതാണ്. അപ്പം നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. ഞാനിതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സോസിലൊക്കെ ഉപ്പ് ഉണ്ടാവും. അപ്പം ഒത്തിരി കോരിയിടരുത്. കുറച്ച് മാത്രം 1/4 ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് കോളിഫ്ലവറൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലവറിൽ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കട്ട കെട്ടാതെ ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തീ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നല്ലതുപോലെ സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കണം. നമ്മുടെ തീ കൂടുതലാണ്, പെട്ടെന്ന് അങ്ങ് കട്ട പിടിച്ച് പോകും. നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഇട്ട് ഒന്നും കൂടെ ഒരു മിനിറ്റോളം ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അത് കുറച്ച് കട്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങാവുന്നതാണ്. നല്ല നമ്മളിവിടെ ഫുഡ് കളർ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നല്ല കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ുള്ള ഗോബി മഞ്ചൂരിയൻ റെഡിയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കഴിക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കുക. താങ്ക് യു.